ഹലോ ഫ്രണ്ട്സ്, അടുത്ത തവണ ബീഫ് വെക്കുമ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വെക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ബീഫ് റോസ്റ്റ് വീട്ടിൽ വെക്കാനും കഴിയും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബീഫ് റോസ്റ്റ് വെക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് മാറ്റുക. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. മസാല എല്ലാം ഒന്ന് ബീഫിൽ നല്ലപോലെ പിടിക്കുന്ന വരെ അതൊന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ കുക്കറിൽ ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാൻ വേണ്ടി വയ്ക്കുക. ഓരോ ബീഫിനും ഓരോ വേവായത് കൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ബീഫിന് വേവ് ഉണ്ടെങ്കിൽ ഒരു 3 വിസിലെങ്കിലും കേൾപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിലേക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കളറൊന്നും മാറാതെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും 2-3 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി മസാലയൊക്കെ നമ്മൾ ഇറച്ചി ചേർത്തതുകൊണ്ട് വേറെ മസാലയുടെ ഒരാവശ്യവും നമുക്കിവിടെ ഇല്ല. ആ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് 2 വിസിലിൽ തന്നെ നമ്മൾ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ബീഫ് റോസ്റ്റിന് ഇത്രയും വെള്ളം വേണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഈ വെള്ളം മുഴുവൻ പറ്റിച്ചെടുക്കുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അതിന് വരുത്തുള്ളൂ. അതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ കറിവേപ്പിലയാണെങ്കിൽ നല്ല മണമായിരിക്കും. എന്നിട്ട് ഈ വെള്ളം പറ്റുന്നത് വരെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം പറ്റുന്നത് വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കാൻ മറന്നുപോയാൽ അത് ചവിട്ടി പിടിക്കുക എന്നുള്ള കാര്യം ആരും മറക്കരുത് കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം ഒട്ടും ഇല്ലാതെ നല്ല ഡീപ്പ് റോസ്റ്റ് ആക്കി എടുക്കുക. ശേഷം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 സവാള നീളത്തിൽ കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ചൂടിക്കിടന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ സവാള അങ്ങനെ ചേർക്കുമ്പോൾ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബീഫ് റോസ്റ്റിന് മുകളിൽ അവർ സവാള ഇട്ട് തരുമ്പോൾ അതുമായിട്ട് തിന്നാൻ എന്താ ഒരു ടേസ്റ്റ്. അപ്പോൾ സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രയ്ക്ക് ഇഷ്ടമല്ല നിങ്ങൾക്കെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ അടുത്ത തവണ ബീഫ് മേടിക്കുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.